നഗരത്തിന്റെ ഒത്ത നടുവിലാണ് ഈ കൃഷിയിടം. പച്ചദ്രാക്ഷി എന്ന് പറയുന്നൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഇതിന്. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ആയിട്ട് ഇത് മാച്ച് ആവുന്നുണ്ടോ? മാച്ച് ആകുന്നില്ല എന്നാണ് പലരും പറഞ്ഞത്. പക്ഷെ ഇപ്പം മാച്ച് ആവും. കാരണം അനുഭവം എനിക്ക് കിട്ടി. നല്ല വെയിൽ വേണം, നല്ല മണ്ണായിരിക്കണം. എനിക്ക് ആകെ 250 ഏരിയേ ഉള്ളൂ, ജൈവവളം മാത്രം. 6ാമത്തെ മാസം നമുക്ക് കാ കിട്ടും. ഇത് ബട്ടിങ്ങല്ല, ലെയറിങ്ങുന്നത്. ഇന്ത്യയിൽ പലരും ഒന്ന് മാറ്റം പോയി, കൂടാതെ ഫോറിൻ കൺട്രീസ്. ഈ 84ാം വയസ്സിലും ഈ മുന്തിരി കൃഷിയൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി എവിടെ നിന്നാണ്? സ്വയം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ജംഗ്ഷനിൽ പോകണമെങ്കിൽ ഇങ്ങനെ പോകും. അതേ സമയത്ത് ഈ പടി കയറി കഴിഞ്ഞാൽ ഈ മുന്തിരി തൈകളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഒരു മുന്തിരിപ്പിള്ള എന്നുള്ള പേരുള്ളത്. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജംഗ്ഷനിൽ എല്ലാവരും പറയും അങ്ങോട്ട് പറയാം. നമസ്കാരം. നമ്മുടെ വീട്ടുമുറ്റങ്ങളിലും വട്ടുപ്പാവുകളിലുമൊക്കെ സമൃദ്ധമായി മുന്തിരി വിളയിക്കാം എന്ന് തെളിയിച്ച KC പിള്ള എന്ന കർഷകന്റെ കാർഷിക വിശേഷങ്ങളാണ് ഇത്തവണ നാട്ടുവരമ്പിൽ. നമസ്കാരം സർ. നമസ്കാരം. എന്താണ് മുന്തിരി കൃഷിയോട് ഇത്ര താല്പര്യം തോന്നാൻ? ഇന്ന് കേരളത്തിൽ ഇല്ലാത്ത സാധനമായിരുന്നു 2009. അപ്പോൾ അത് കാർഷിക കളയിലെ ഡീൻ സാറ് എനിക്കൊരു തൈ തന്നു, കൊണ്ടിപ്പിടി നോക്കാൻ പറഞ്ഞു. അന്ന് ചെയ്യുമ്പോൾ നാട്ടുകാരെല്ലാം പറയും ഉണ്ടാവില്ല എന്ന്. അതേ സമയത്ത് ഉണ്ടായി കാണിച്ചു കൊടുത്ത്. നമ്മൾ പൊതുവെ വീട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെ പിടിച്ച് കണ്ടിട്ടില്ല. അപ്പൊ അത് എന്തൊക്കെയാണ് സാർ ചെയ്തത്? സാധാരണ ചെയ്യുന്ന വളങ്ങളെ ഇതിൽ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ പ്രൂണിങ് ആണ് ഇതിൻ്റെ മെയിൻ. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ. അത് ഓരോ ബ്രാഞ്ചസും 2 അടി നീളം വയ്ക്കുമ്പോൾ അതിൻ്റെ നുള്ളണം. എത്രത്തോളം ബ്രാഞ്ചസ് കൂടുമോ അത്രത്തോളം കുല കൂടും. അത് എത്രത്തോളം പ്രൂണിങ് ചെയ്യുമ്പോൾ അത്രത്തോളം ശീലകൾ കൂടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയത്. നഗരത്തിന്റെ ഒത്ത നടുവിലാണ് ഈ കൃഷിയിടം. കൃഷി എപ്പോഴാണ് തുടങ്ങിയത്? 2009 ചെറിയൊരു പ്രശ്നം ഉണ്ടായി. പ്ലാസ്റ്റർ ചെയ്ത് സീരിയസ് ആയിരുന്നു. അപ്പോൾ ഞാൻ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു, കൺസ്ട്രക്ഷൻ വർക്കുണ്ട്. ആ കൺസ്ട്രക്ഷൻ വർക്ക് നിർത്തിയിട്ട് വീട്ടിലിരിക്കാൻ പറഞ്ഞു. വീട്ടിൽ ഇരുന്നപ്പോൾ ബോറടിച്ചു. അങ്ങനെയാണ് ഈ കൃഷി തുടങ്ങിയത്. അതിൽ തന്നെ മുന്തിരി സ്പെഷ്യലൈസ് ചെയ്യാൻ എന്താണ് കാരണം? മുന്തിരി സ്പെഷ്യലൈസ് ഇല്ലാതെ സ്റ്റേറ്റിൽ ഇല്ലാത്ത സാധനത്തിനെ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് പലർക്കും ഗുണം ചെയ്ത് നമ്മളെ ആൾക്കാർക്ക് മുഴുവനും. പക്ഷേ ഇതേ വരെ ഇത് ഒരു മണി പോലും ഞാൻ വിറ്റിട്ടില്ല. 500 കൊല വരെ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. ഇതുവരെ എത്ര പേർക്ക് തൈ വിതരണം ചെയ്തിട്ടുണ്ട്? 480 പേർക്ക്. ഇതിപ്പോൾ 1000 അല്ല, ഫുള്ളായിട്ടുണ്ട്. മുന്തിരി കൃഷിയെ പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞു തരാൻ നമ്മളോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. ഒരു കാർഷിക എക്സ്പേർട്ടായ സായിരാജ് സാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം സർ. പിള്ള സാറായിട്ടുള്ളൊരു കണക്ഷനും കാര്യങ്ങളും സാറിന് എത്ര വർഷമായിട്ട് അറിയാം? ഞാൻ സത്യം പറഞ്ഞാൽ വർഷത്തിൻ്റെ കണക്ക് പോലും ഓർമ്മയില്ല. വളരെ പണ്ട് മുതലേ അദ്ദേഹത്തെ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു അർബൻ ഫാമിങ്ങിനൊരു വിജയഗാഥ രചിച്ച വ്യക്തിയാണ്. വെറുതെ അല്ല, മുന്തിരിത്തോട്ടത്തിൽ. അപ്പോൾ അത് എല്ലാവർക്കും ഒരു അതിശയത്തോടു കൂടിയാണല്ലോ കാണുന്നത്. പ്രത്യേകിച്ച് മുന്തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ബാംഗ്ലൂരും അങ്ങനെയുള്ള ക്ലൈമറ്റിലാണ് വലിയ തോട്ടങ്ങൾ കാണാം. ഇവിടെ ഒരു ടെറസിൻ്റെ മണ്ടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതൊരു സക്സസ് സ്റ്റോറിയാണ്. തൈ ഇതുപോലെ അതായിരിക്കുന്നു, അതാണ് ബട്ട് ചെയ്തത്. അത് എടുത്തുകൊണ്ട് പോയി ഒരു കുഴി എടുക്കുക. കുഴി എന്ന് വെച്ചാൽ എത്രത്തോളം മാക്സിമം എടുക്കാൻ പറ്റുമോ, 2 അടിയോ 3 അടിയോ 4 അടിയോ സ്ക്വയർ എടുത്ത് 4 ഡെപ്റ്റും എടുത്ത് അതിൽ ഇത് വളങ്ങൾ എടുക്കുക. ചാണകം, വേപ്പമുണ്ണാക്ക്, എല്ലുപൊടി, അങ്ങനെ വളങ്ങളെല്ലാം കൂടെ മിക്സ് ഇട്ടിട്ട് തറ ലെവലിൽ നിന്ന് 1 അടി താത്ത് നടുക. നട്ട് ഒരു പൊടിച്ച് വന്നതിന് ശേഷം ഒരു 15-20 ദിവസം കഴിയുമ്പോൾ പിന്നെ വളം കൂടി ചെയ്യാം. തറയിൽ നടന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ തറയിൽ ഇത് എത്ര കൊല്ലം ആണ് ഇതിൻ്റെ ലൈഫ് എന്ന് ഇത് ഇപ്പം ആരും പറഞ്ഞില്ല. 35 കൊല്ലമാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തറയിൽ നട്ടെങ്കിലേ അതിൻ്റെ ഇത് കിട്ടുള്ളൂ. ഡ്രമ്മിലൊക്കെ നടുകയാണെങ്കിൽ ഒരു പ്രശ്നമുള്ളത്,
ഇത് വളം ശരിക്കും ചെയ്യാൻ പറ്റില്ല. അത് 2 കൊല്ലം മാക്സിമം, കാവലവും കുറവായിരിക്കും. അതുകൊണ്ട് ബെറ്റർ തറയിൽ നടുകയാണ്. തറയിൽ നടുന്നത് വെച്ചാൽ വിപുലമാറ്റ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് ചെയ്യേണ്ടത് നല്ല വെയിൽ വേണം, നല്ല മണ്ണായിരിക്കണം. മണ്ണില്ലെങ്കിൽ നമ്മൾ വെളിയിൽ കൊണ്ടിട്ട് ആദ്യം ചെയ്യേണ്ടത് 4 അടിക്ക് 4 അടി 4 അടി താഴ്ചയിൽ കുഴിയെടുക്കുക. ഒരു കുഴിയിൽ 1 മുളയാവും. അത് കുഴിയെടുത്തിട്ട് അതിനകത്ത് വളം, കമ്പോസ്റ്റ്, ചാണകം, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഡോളോമേറ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്ത് 15 ദിവസം ഇട്ടേക്കണം. കാരണം ഇതിനകത്ത് ചൂട് കൂടുമ്പോൾ തൈ നട്ട് കഴിഞ്ഞാൽ തൈ ചീത്തയായിപ്പോകും. അതുകൊണ്ട് 15 ദിവസം കഴിഞ്ഞ് നടുക. നടുന്നതും തറ ലെവലിൽ നിന്ന് 1 അടിയെങ്കിലും താഴ്ന്നിരിക്കണം. അതിൻ്റെ കാരണം വെച്ചാൽ വളം ഇട്ടിട്ട് വരുമ്പോൾ അത് പൊങ്ങിപ്പോകും. അത് ഇടുക. അത് കഴിഞ്ഞിട്ട് ബട്ട് ചെയ്ത തൈ എവിടെയെങ്കിലും നല്ല ക്വാളിറ്റിയുള്ളത് കിട്ടുമെങ്കിൽ അതാണ് കൊണ്ട് നടേണ്ടത്. വിശ്വാസം വേണം. കാരണം ചില ഉണ്ട് ജ്യൂസ് മുന്തിരിയുണ്ട്. അപ്പോൾ അത് അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നല്ല മുന്തിരി എന്ന് പറയുന്നത്. അതുകൊണ്ട് നട്ട് 15 ദിവസം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് മൂടിളക്കിയിട്ട് ഈ മിക്സ് ചെയ്ത ചാണകം, വേപ്പമുണ്ണാക്ക്, എല്ലുപൊടി, ഡോളോമേറ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത വളം ഒരു 2 കിലോ അതിൻ്റെ മൂട്ടിൽ നിന്ന് മാറി ദൂരെ ഇട്ടുകയാണ്. ഇട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞ് പിന്നെയും വേണം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 6 മാസം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ 6ാമത്തെ മാസം നമുക്ക് കാ കിട്ടും. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത്, പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചപ്പ് ചവറ് കടന്ന് നാറുന്നതാണ്. അപ്പോൾ ഉണ്ടാകുന്നത് ദോഷകരമായ കെമിക്കലാണെങ്കിൽ ഫെർമെൻറ്റേഷൻ വഴി വരുന്നത് ഗുണകരമായ കെമിക്കൽസാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ചെടിയെ ഹെൽത്തിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ജൈവ രീതിയിൽ കിട്ടുന്ന സ്ലറി, ചാണകത്തിൻ്റെ സ്ലറി, വേപ്പിൻ പിണ്ണാക്ക്, ഈവൻ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത്, ഇതെല്ലാം ചെയ്യുമ്പോൾ മൈക്രോബ്സ്, ബെനിഫിഷ്യറി ആയിട്ടുള്ള മൈക്രോബ്സ് വളരെയധികം കൂടും. അത് ഇതിൻ്റെ നമ്പർ 1 വിജയമാണ്. അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. നിലത്ത് എപ്പോഴാണ് ഈ ടെറസിലേക്ക് മാറ്റാനാണെങ്കിൽ എപ്പോഴാണ് അത് മാറ്റണ്ടേ? നിലത്ത് നട്ട് പിടിച്ച് വരുമ്പോൾ ഒറ്റ വള്ളിയായിട്ട് സ്റ്റെമ്മ് ഒറ്റ ആക്കി ടെറസിൻ്റെ മുകളിൽ 2 നില വരെ കയറ്റാം. ഇവിടെ 2 നില കയറ്റിയിരിക്കുകയാണ്. എക്സാമ്പിൾ 2 നില ഒറ്റ 3 മുകളിൽ വന്നിട്ട് അതിനെ പ്രൂൺ ചെയ്യണം. ഈ പന്തലിട്ട് പന്തലിടുന്നതും ഒന്നിനായിട്ട് 250 സ്ക്വയർ ഫീറ്റ് വേണം ഒരു മൂട്ടിന്. ആ രീതിയിലുള്ള പന്തൽ പെർമനൻ്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാരണം ഇത് കയറൊക്കെ കെട്ടി ഉണ്ടാക്കിയാൽ ഒരു 6 മാസം കഴിയുമ്പോൾ ആ കയറൊക്കെ പൊട്ടി തറയിൽ വീഴും. അതുകൊണ്ട് പെർമനൻ്റ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അത് 250 സ്ക്വയർ ഫീറ്റ് എടുത്ത് ഒരു തൈക്ക് ചെയ്തിട്ട് ഇത് എന്താണോ പന്തൽ കയറുന്നത് അന്ന് അതിൻ്റെ പ്രൂണിങ് ചെയ്യണം. ഇതാണ് ബ്രാഞ്ച് 2 അടി നീളമുണ്ട്. 2 അടി നീളമുള്ളപ്പം ചെയ്യേണ്ടത് ഇതാണ്. അതായി ഇത് ഇത്രയും ഉള്ളിക്കളയുക. നമ്മൾ തേയില ഉള്ളത് കണ്ടിട്ടില്ല, ഇല. തേയില ഉള്ളത് ഈ ഇലയാണ് നടക്കുന്നത്. ഇത് നമുക്ക് ആവശ്യം ഇത് മാത്രം ഉള്ളിക്കളയുക. അപ്പോൾ ഇതിലൊരു ശിഖരങ്ങൾ വരും. ഓരോ ശിഖരത്തിലും 5-6 കൊല വീതം വരും. അത് ബെയിൻ ചെയ്യരുത്. പ്രൂണിങ് ചെയ്ത് ഒരു പ്രാവശ്യമല്ല, എപ്പോഴെല്ലാം ഇത് ശിഖരങ്ങൾ വരുമ്പോൾ അപ്പോഴെല്ലാം. പിഞ്ചിങ് എന്ന് പറയുന്നതും പ്രൂണിങ് എന്ന് പറയുന്നതും രണ്ടാണെങ്കിലും പ്രൂണിങ്ങിന് ശേഷമാണല്ലോ ശാഖകൾ വരുന്നത്. ഈ ശാഖയുടെ ടിപ്പ് നിയന്ത്രിക്കാനാണ് പിഞ്ചിങ് ചെയ്യുന്നത്. പിഞ്ചിങ് എന്ന് പറയുമ്പം എപ്പിക്കൽ ഗ്രോയിങ് എന്ന് പറയുന്ന ഒരു ടിപ്പ്, അതിൻ്റെ അറ്റം നുള്ളിയാൽ എപ്പിക്കൽ ഡോമിനൻസ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ആ ഒരു നീളുന്ന കാര്യം നിൽക്കും. പിന്നെ ശാഖകൾ വരും. അപ്പോൾ ഇതൊരു പണ്ടേ അറിയാവുന്നതാണ്. പിഞ്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ശാഖ ഉണ്ടാകും. ഒരു കാര്യമുള്ളത്, അദ്ദേഹം ഈ പ്രായത്തിലും രാവിലെ എഴുന്നേറ്റ് വന്ന് പിഞ്ചിങ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. ആദ്യം ഒരു 10 എണ്ണം, പിന്നെ 100 എണ്ണം, പിന്നെ 1000 എണ്ണം. എങ്ങനെയാണ് ഇത് പിഞ്ച് ചെയ്യുക? അപ്പോൾ ആ ഒരു നമുക്ക് രാവിലെ ഒരു എക്സസൈസ് ആയി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ഒരു കാര്യം നോക്കേണ്ടത്, ഇലയിൽ അടിയിൽ നോക്കിക്കൊള്ളണം എന്തെങ്കിലും ഫംഗസ് ഉണ്ടോ എന്ന്. അതുണ്ടെങ്കിൽ ബോഡോ മിക്സ് അടിക്കണം. ബോഡോ മിക്സ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് വാങ്ങുന്നതിനെക്കാട്ടി. തിരിച്ച് ചുണ്ടാമ്പ് കൂടി ചേർത്താണ്.
അതുപോലെ ഉണ്ടാക്കുന്നത് അപ്പടി തളിക്കുന്നതാണ് മെച്ചം. പിഞ്ചിങ് ആണെങ്കിലും ശരി, പ്രൂണിങ് ആണെങ്കിലും, അപ്പൊ ഈ പ്രോസസ്സിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? യഥാർത്ഥത്തിൽ ഈ പ്രൂണിങ്ങും പിഞ്ചിങ്ങും ഒക്കെ നാഷൻ വൈഡായിട്ട് അല്ലെങ്കിൽ വേൾഡ് വൈഡായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ കേരളത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ പിള്ള സാറ് തന്നെ ചെയ്ത ഈ ചിപ്പ് നുള്ളിക്കളയുന്നത് കൂടുതൽ ശാഖയുണ്ടാവും. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഹ്യൂമിഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞല്ലോ, ഹ്യൂമിഡ് കണ്ടീഷനിലാണ് എല്ലാ അസുഖങ്ങളും പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എയറേഷൻ വേണം ഒന്ന്. അപ്പോൾ എയറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ഫോം ചെയ്യണം. ഈ വലിയ ഇലകളൊക്കെ വന്ന് പരസ്പരം കൂടി നിന്നാൽ ഹ്യൂമിഡിറ്റി കൂടും. അപ്പോൾ ഈ സ്പോർ എന്ന് പറയുന്ന ഫംഗൽ സ്പോർ അതിന് വളരും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാക്കുക. രണ്ട്, ഇതിൻ്റെ ഒരു മെയിൻ തണ്ട് തന്നെ കൂടുതൽ നീണ്ടാൽ അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇതെല്ലാം ഇദ്ദേഹം ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ആ സക്സസ് വളരെ പ്രധാനമാണ്. മാത്രമല്ല ഇവിടെ നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് എയറേഷൻ്റെ സ്പേസ് ഉണ്ട്. അത് വളരെ നമ്പർ 1 സ്റ്റെപ്പാണ്. കാരണം എയറേഷൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം പിടിക്കും. അപ്പോൾ ഈ ഫംഗൽ ഗ്രോത്ത് കൺട്രോളാണ് ഇതിൽ നമ്പർ 1. അതിന് ഉള്ള ഒരു മെത്തേഡാണ് പ്രൂണിങ്. ഈ ഒരു ഭാഗം നുള്ളിയാൽ അവിടെ ബ്രാഞ്ചസ് ഉണ്ടാവും, എപ്പിക്കൽ ഡോമിനൻസ് പോവുകയാണ്. അത് ഒരു എക്സ്പെർട്ടൈസാണ്. എവിടെയൊക്കെ നുള്ളണം എന്ന് പിള്ള സാറ് തീരുമാനിക്കും. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ആയിട്ട് ഇത് മാച്ച് ആവുന്നുണ്ടോ? മാച്ച് ആകുന്നില്ല എന്നാണ് പലരും പറഞ്ഞത്. പക്ഷെ ഇപ്പം മാച്ച് ആവും. കാരണം അനുഭവം എനിക്ക് കിട്ടി. ഞാനിത് നട്ട് ഉണ്ടാവില്ല, കായ്ക്കില്ല എന്ന് പറഞ്ഞ് എനിക്ക് 6 മാസമായപ്പോൾ ഇത് മുകളിൽ കയറി. അതിന് സാർ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തോ? ഒന്നുമില്ല, ഈ വളം ഇട്ടേ ഉള്ളൂ. ഈ വളം ഇട്ട് 6 മാസം മുകളിൽ കയറി. അന്ന് കാർഷിക സ്റ്റാഫുകൾ വന്നിരുന്നു. ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ് പ്രൂണിങ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ പ്രൂണിങ് തുടങ്ങിയത്. പ്രൂണിങ് തുടങ്ങി 8ാമത്തെ മാസത്തിൽ 2 കിലോ വന്നു. 8 മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അങ്ങോട്ട് തുടങ്ങിയത് കംപ്ലീറ്റ്. ആദ്യം എനിക്കൊരു 100 കിലോ കിട്ടി, രണ്ടാമത് 300, മൂന്നാമത് 500 കിലോ വന്നു. എനിക്ക് ആകെ 250 ഏരിയയേ ഉള്ളൂ. അപ്പോൾ ഈ 250 ഏരിയക്കകത്ത് ഇത് ഇനിയിപ്പോൾ എക്സസ് ആയാൽ ഈ കൊല എവിടെ നിൽക്കും? അത് കൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വളം എടുക്കാനുള്ള ഇലയില്ല. അപ്പോൾ അതിന് വേറെ കാര്യമുണ്ട്, ചെറിയായിപ്പോൾ ഈ കൊല മുഴുവനും വലിയ ആകുകയില്ല. പതിനേഴ് വർഷമായി മുന്തിരി കൃഷി ചെയ്യുന്ന പിള്ള സാർ ഇതിനോടകം തന്നെ 1000-ലേറെ വീടുകളിൽ മുന്തിരിത്തൈകൾ നൽകിയിട്ടുണ്ട്. സർ, കേരളത്തിൽ പൊതുവെ മുന്തിരികൾ ഉണ്ടാകില്ല, ആ ക്ലൈമറ്റ് ആയിട്ട് നമുക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. സർ, അതിന് മെയിൻ റീസൺ എന്താണ്? നമ്മുടെ പ്രശ്നം ഹ്യൂമിഡിറ്റി, ഹൈ ഹ്യൂമിഡിറ്റിയും ഹൈ റെയിൻഫാളും ആണ് ഇവിടുത്തെ പ്രോബ്ലം. പക്ഷേ വളരെ പണ്ട് മുതലേ ഉള്ള ബാംഗ്ലൂർ ബ്ലൂ അല്ലെങ്കിൽ അനാബി ഷാഹി എന്നൊക്കെ പറയുന്ന ധാരാളം വളരെ പണ്ടേ ഉള്ള ട്രഡീഷണൽ വെറൈറ്റീസ് പോലും കുറേയൊക്കെ റെസിസ്റ്റൻ്റ് ആണ്. പക്ഷേ അതിന് അസുഖങ്ങൾ വരും. അതുകൊണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പം നിറച്ച് കാഴ്ച കിടക്കുന്നു. ഇത് പച്ചദ്രാക്ഷി എന്ന് പറയുന്നൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. അത് തമിഴ്നാട്ടിലൊക്കെ കൃഷി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ കാണുമ്പോൾ നല്ല വലിയ കൊലകൾ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം ചെറിയ കായയാണ്. അതായത് ഇതിനേക്കാളും വലിയ കായ ഉള്ളത് വേറെയുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ നാട്ടിൽ യോജിച്ചതല്ല. ഏരിയ കൂടുതലുണ്ടെങ്കിൽ നല്ലവണ്ണം വിപുലമായി പടർന്ന് വന്നിട്ട് നല്ലവണ്ണം കായ്ക്കും. അപ്പോൾ ഈ കായ്ക്കുന്നത് ഒരു കൊലയിൽ ഒരു 3/4 കിലോ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഏരിയ നോക്കി സൈസ് താഴെ വളം ചെയ്ത് അതിൻ്റെ കൂടെ എപ്പോഴും നിൽക്കണം. പിന്നെ കൂടാതെ ഇതിന് പഴയ ഇല മുഴുവൻ നുള്ളിക്കളയണം. നുള്ളി തറയിടരുത്. അതിനെ കൊണ്ടുവന്ന് തീ ഉണ്ടാക്കി തീയിടുകയോ കുഴിച്ചിടുകയോ ചെയ്യണം. ഇതിനിടയിൽ ഫംഗസ് ഉണ്ട്. വേണ്ട, ഈ കാണുന്നുണ്ടോ ഒന്ന്. അപ്പം അതിനാണ് ബോളോ മിക്സ് അടിക്കേണ്ടത്. ഇപ്പം മഴയാവുകൊണ്ട് അടിക്കാൻ നിവർത്തിയില്ല. ഇതാ ഒന്ന് വന്നു. ഇത് ഏറിയതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നല്ല സ്പ്രെഡാവും. സ്പ്രെഡായിട്ട് ഇല തന്നെത്താൻ തൊഴിയും. അതുകൊണ്ടാണ് ഇവിടെ നിലത്തിടരുതെന്ന് പറഞ്ഞത്. നിലത്തിടരുത്. ഇതിപ്പോൾ ഒന്ന് വന്നേ ഉള്ളൂ. ഇത് ഒരാഴ്ച കഴിയുമ്പോൾ കംപ്ലീറ്റ് ആവും. സാധാരണയായിട്ട് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി ക്ലൈമറ്റിൻ്റെ ചെറിയ പുളിപ്പുണ്ടാവുമെന്ന് പറഞ്ഞത് അതുകൊണ്ട്. പ്രോവൻ വെറൈറ്റിയാണ്. ഡിസീസ് റെസിസ്റ്റൻസും ഒക്കെ ഇതിന് വളരെ സ്ട്രോങ് ആണ്. സർ, മുന്തിരിക്ക് ആക്ച്വലി എത്ര വെറൈറ്റി ഉണ്ട്? വെറൈറ്റിയുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള ക്രോപ്സൊക്കെ
നൂറുകണക്കിന് വെറൈറ്റി ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് മോശമല്ലാത്ത ഒരു ഗ്രേപ്പ് ഗ്രോയിങ് കൺട്രിയാണ്. ഹയസ്റ്റ് പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന ഒരു വൺ ഓഫ് ദ ക്രോപ്പാണ് ഗ്രേപ്സ്, ലിമിറ്റഡ് ഏരിയയിൽ നിന്ന്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം ഇതിൽ പ്രൂണിങ് ചെയ്യണം, എയറേഷൻ കൊടുക്കണം, ഈ ഡൗണി മിൽഡിയോ പൗഡറി മിൽഡിയോ പോലുള്ള ഡിസീസസ് വരും. ഇതെല്ലാം ബാധിക്കുന്നത് ഹൈ ഹ്യൂമിഡ് കണ്ടീഷനായ കേരളത്തെ പോലുള്ളവർക്കാണ്. ഇവിടെ അത് സക്സസ്ഫുൾ ആക്കണമെങ്കിൽ അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതുപോലെയുള്ള ഡിസീസസ് വരാം. ഇതിന് മെയിൻലി ഡൗണി മിൽഡിയോ ആണ് നമ്മുടെ കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ വേണമെങ്കിൽ വെറ്റബിൾ സൾഫർ എന്ന് പറയുന്നൊരു സ്പ്രേ ചെയ്ത് നിർത്താം. ഇല്ല എങ്കിൽ നമുക്ക് റൊട്ടിക്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനം കലക്കിയിട്ട് സ്പ്രേ ചെയ്യാം. അളവ് കൂടരുതെന്നേ ഉള്ളൂ. ഈ ഇനം എപ്പോഴും ഗ്രോ ചെയ്യുന്നതാണ്. അതിനൊരു ടൈം ലിമിറ്റ് ഇല്ല. പക്ഷേ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴായിരിക്കും ഈ കൂടുതൽ നല്ല രുചിയുള്ളത് കിട്ടുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പ്രൂൺ ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് ഈ കൺട്രോൾ മെഷേഴ്സ് ചെയ്യാം. ഈ ഇനം എപ്പോഴും നമുക്ക് ഈൽഡും കിട്ടും. അപ്പോൾ അതൊരു പ്രൂണിങ് ഇതിൻ്റെ നമ്പർ 1 ആണ്, ഫണ്ടമെൻ്റൽ ആസ്പെക്റ്റ് ആണ്. പൂത്ത് കഴിഞ്ഞാൽ സപ്പോസ് ഇത് 3 ദിവസമായി ഈ പൂത്ത് പോയില്ല. ഈ പൂക്കും മുമ്പ് ഞാൻ വന്ന് നിൽക്കുന്ന സമയത്ത് അന്ന് മുതൽ ഡേറ്റ് കൗണ്ട് ചെയ്യുക. ഡേറ്റ് കൗണ്ട് ചെയ്ത് 121 ദിവസം കഴിയുമ്പോൾ ഇതാണ് സാമ്പിൾ. 121 ദിവസം കഴിയുമ്പോൾ ഇതാവും. ഇത് പഴുക്കുന്നത് ഒന്നിച്ച് പഴുക്കില്ല. ഇത് പഴുക്കുന്നത് ഓരോ കായ പഴുക്കും. പഴുത്ത് നമ്മൾ കവർ കെട്ടി വെച്ചാൽ ഈ സമയത്ത് കവർ കെട്ടിയിട്ട് കഴിഞ്ഞാൽ 7 ഫുൾ പഴുക്കും. പിന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട്. ഇത് ഞാൻ പഴുപ്പിക്കാൻ വേണ്ടി വലിയ മേജർ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് പോയി ചെന്നപ്പോൾ തമിഴിലാണ് എന്നോട് പറഞ്ഞ സാറ് ഒരു കാര്യം ചെയ്യും, ഞാൻ പഠിപ്പിക്കുന്നു. സാറിൻ്റെ കാര്യം 500 രൂപ. ഞാൻ എന്തിനാ, ഞാൻ പഠിപ്പിച്ചു തരാം. പുള്ളി എന്ത് ചെയ്ത് ബക്കറ്റിനകത്ത് ഒരു മരുന്നൊഴിച്ച് ഇവിടെ സൈറ്റിൽ വന്ന് മരുന്നൊഴിച്ച് 1 സെക്കൻഡ് ഇങ്ങനെ ആണെങ്കിൽ 3 ഫുൾ പഴുക്കും. പക്ഷെ അത് കഴിക്കാൻ പറ്റില്ല. കെമിക്കൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഞാൻ കവറിടും. ഈ പരുവാകുമ്പോൾ കവറിടും. വെച്ചാൽ ഈ സംഭവം ഇതാണ്. കവറിട്ടില്ലെങ്കിൽ കൊണ്ടുപോകും. കൃഷി തത്ത, അണ്ണാൻ. ഇപ്പം ഏറ്റവും കൂടുതൽ ശല്യം അണ്ണാൻ. പക്ഷികളകത്ത് കയറാതിരിക്കാൻ ഇത് ഇട്ടിരുന്നാലും വേറെ സാധനമുണ്ട്, മരപ്പട്ടി. അതിലേക്കൂടെ വരും. അത് ഒന്നുമില്ല. ഇത് ഒരു കളി കളിച്ചാൽ അത് വിളിച്ച് പിടിച്ച് ഞങ്ങൾക്ക് തരും. മരപ്പട്ടിയാണ് ഏറ്റവും വലിയ ശല്യം. വന്നു കഴിഞ്ഞാൽ ഒരു കൊലയും വച്ചേക്കില്ല. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്താണ് പിള്ള സാറിന്റെ ഈ വേറിട്ട മുന്തിരിത്തോട്ടം. നമുക്കിപ്പോൾ മാർക്കറ്റിലൊക്കെ ഫുൾ വിഷം അടിച്ച മുന്തിരിയൊക്കെയാണല്ലോ കിട്ടുന്നത്. ഇവിടെ ആണെങ്കിൽ സമ്പൂർണ്ണമായിട്ട് നമുക്ക് ജൈവ കൃഷി തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ മുന്തിരി ആ മുന്തിരി നമ്മളെ വ്യത്യാസം നമ്മളെങ്ങനെ തിരിച്ചറിയും? ടേസ്റ്റിന് വ്യത്യാസമുണ്ട്, രുചിക്ക്. പിന്നെ അതുകൂടാതെ ജ്യൂസ് അടിക്കുമ്പം അതിന് വ്യത്യാസമുണ്ട്. നമ്മളെ മുന്തിരി കുറച്ച് ഒന്ന് വച്ച് കഴിഞ്ഞാൽ കുറച്ച് അഴുകുമ്പോൾ നിറച്ച് ഈച്ച വരും. അതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ, ഞാനത് കുറ്റാലത്ത് പോയി ഇത് കാണാൻ വേണ്ടി കുറ്റാലത്ത് ചെന്ന് ഞാൻ ചോദിച്ച ടേസ്റ്റ് ഇത് നിങ്ങൾക്ക് തരാത്. കാരണം ഇത് കേരളത്തിലായിരുന്നു കുറേ, നിങ്ങൾക്ക് അങ്ങനെ തരാം. കാരണം വെച്ചാൽ ഇവിടെ ഇരിക്കുന്നതെല്ലാം വിഷമാണ്, അടിച്ചൊക്കെയാണ്. ഞാൻ കഴിക്കാൻ കൊടുക്കുന്നത് കുറ്റാലത്ത് സൈഡ് 3 അത് തരാമെന്ന്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? അതുകൊണ്ട് ഞാൻ ഇതിൽ ഒരു കീടനാശിനി ഉപയോഗിച്ചിട്ടില്ല. ജൈവവളം മാത്രം. കീടനാശിനി ആയിരുന്നാലും ജൈവവളം. ഇപ്പോൾ ഒരു സാധനം വന്നിട്ടുണ്ട്, റെഡ് ഔട്ട്. അത് കേട്ടിട്ടുണ്ടോ നിറഞ്ഞിടാനും. ഒരു റെഡ് ഔട്ട് എന്ന് പറഞ്ഞു വന്നിട്ട് 1 ലിറ്ററിന് 1200 രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മുളകിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ റെഡ് ഔട്ടിലെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ജലയിൽ അടിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. തൈ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? 2 രീതിയിലുള്ള തൈയുണ്ട്. ഒന്ന് ലെയറിങ് ചെയ്യുകയാണെങ്കിൽ ഇത് മാത്രം എടുക്കുക, തൊല്ലി എടുത്തിട്ട് അവിടെ നല്ല മണ്ണ് കൊണ്ടുവച്ച് പൊതിഞ്ഞിട്ട് കെട്ടി വയ്ക്കുക. അല്ലാത്തതാണെങ്കിൽ ഈ വേര് വരുന്ന സ്ഥലത്ത് മണ്ണ് പൊതിഞ്ഞ് വെച്ചാൽ തന്നെത്താനാകും, ഒന്നും ചെയ്യണ്ട.
ഇതാ ഈ വേരാണ്. ഇപ്പം നമുക്ക് ഇത് ചെയ്യാം. ഇത് തൊല്ലി ഇളക്കുകയാണ്. ഇത് ബട്ടിങ്ങല്ല ആക്ച്വലി പറയുകയാണെങ്കിൽ. തൊലി മാറ്റി ഇത് വെച്ച് വേറെ അവിടെ തന്നെ വരുന്നത് അതാണ് ലെയർ ചെയ്യുന്നത്. അതാണ് ഇത് ചെയ്തത്. ഈ തൊലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ വെട്ടുള്ളത് ഇതുപോലെ ഇരിക്കുക, ഫാളിയേഷൻ ഇരിക്കുക. ഇത് അല്പം മുകളിൽ വെട്ടുള്ളത്. ഇത് വളം, മണ്ണ് കൂടെ മിക്സ് ചെയ്തതാണ്. മിക്സ് ചെയ്തത് ഈ ഡ്രൈ കണ്ടീഷനിൽ വേണം. ഒരുപാട് വീർപ്പുണ്ടെങ്കിലും ചീത്തയായിപ്പോവും, ഒരുപാട് വീർപ്പം ഇല്ലെങ്കിലും പോകും. അതുകൊണ്ട് എൻ്റെ പരുവത്തിന് കൊഴുക്കട്ട ഉരുട്ടുന്ന രീതിയിലാണ്. ഇത് വളം ചേർന്ന മണ്ണ് മിക്സ് ചെയ്തതാണ്. അത് അതിൻ്റെ പരുവത്തിനെത്തിട്ട് ഇതിൽ വച്ചു. ഇത് ഇനി കൊണ്ടുവന്ന് ഇത് ഇങ്ങനെ വച്ച് കെട്ടണതിന് മുമ്പേ അതിന് മണ്ണ് അതിൽ നമ്മൾ തൊലി ഇളക്കിയില്ലേ, ആ സ്ഥലത്ത് തന്നെ വരണം. ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ വേര് വരും. വേര് വന്ന് നോക്കുക സഫീഷ്യൻ്റ് ആണോ അത് നോക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്യുക. കറക്റ്റ്. ഇനി ഇവിടെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഇവിടെ പോകില്ല. ഇവിടെ ടൈറ്റ് ചെയ്തൊക്കെയാണ്. ഈ ലെയറിംഗിൽ നിന്ന് എത്ര പേര് വരും നമുക്ക് പറയാൻ പറ്റുമോ? കാരണം അത് 5 സ്ഥലത്ത് ചെയ്തു, ഇത് ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ. ഇരുപത്തിനാലാമത്തെ ദിവസം ഈ കാണുന്നത് പോലെ വേര്. ഇപ്പം ഇന്ന് 26 ഇതുപോലെ വേര് വരും. ഈ വേര് വന്ന് ഉടനെ അത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഈ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ കൊണ്ട് നടുക. അവിടെ ചെന്ന് അറ്റ്ലീസ്റ്റ് ഒരടിയെങ്കിലും ഇതിൻ്റെ സ്റ്റമ്മ് നീളം കൂടുമ്പോൾ നടാം. ഈ നടുന്നതിന് മുമ്പേ ചെയ്യേണ്ടത് ഒറ്റ ശീലമാക്കുക. ഇതിലിപ്പോൾ 3-4 ശീലമുണ്ട്. അതിന് നടുന്നതിന് മുമ്പേ അതിന് ഒറ്റ ശീലമാക്കി നടുക. പൊടിച്ച് 12 അടി പൊക്കം വരെ ഒറ്റ ശീലമാക്കി വിടുക. വിറ്റിട്ട് പിന്നെ തട്ടിക്കറി ശേഷം പ്രൊഡിക്റ്റ് ചെയ്യുക. ഇന്ത്യയിൽ പലരും ഒന്ന് മാറ്റം പോയി. കൂടാതെ ഫോറിൻ കൺട്രീസ് ഒരുപാട് ആൾക്കാർ വാങ്ങിച്ചു. നീളപ്പെട്ട 80-85 പേര്. അത് തുടങ്ങാൻ ഇത് ഒന്ന് ഈ തൈകൾ ഉണ്ടാക്കുന്ന ചെടിക്ക് കേടാണ്. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കും. അപ്പോൾ ആരെങ്കിലും റിക്വയർമെൻറ്റ് പറയുകയാണെങ്കിൽ ഉണ്ടാക്കും. ഇതിപ്പം ആവശ്യക്കാരാണ് 150 രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നത്. 150 കൂടുതൽ ചോദിച്ചാൽ കിട്ടും. കാരണം ഇത് വീടുകളിൽ പോയി ഉണ്ടാവിട്ട് പിന്നെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ 10-40 വീടുകളിൽ ഞാൻ പോയി നോക്കുന്നുണ്ട്. ഇതെങ്ങനെ കാച്ചു എന്ത് ചെയ്തതൊക്കെ. സർ, പിള്ള സാറിൻ്റെ ഒരു സക്സസ് സ്റ്റോറി നേരിട്ട് കണ്ട ഒരാൾ, സാറിൻ്റെ ഒരു ഡെഡിക്കേഷൻ കണ്ട ഒരാളെന്ന നിലയിൽ സാറിന് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സമൂഹത്തിന് കൊടുക്കുന്ന ഒരു നല്ല സന്ദേശമാണ്. കാരണം ഒന്ന് ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെൻറ്റ്. മിക്കവാറും ഉള്ളവരൊക്കെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് കളഞ്ഞിട്ട് പോവുകയോ മതിയാക്കുകയോ ചെയ്യും. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ പ്രായമുള്ള ഒരാൾ ഇത്രയൊക്കെ ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു അതിശയമാണ്. അതായത് ഇദ്ദേഹം സ്വന്തമായിട്ട് ഓരോ ചിപ്പിലും ഇങ്ങനെ നുള്ളിക്കളയുന്ന ഒരു പിഞ്ചിങ്, അത് കാർഷിക യൂണിവേഴ്സിറ്റി പ്രൂണിംഗ് ആണ് കൂടുതലും പറയുന്നത്. ഇദ്ദേഹം ആ പിഞ്ചിങ്ങിൽ കൂടുതൽ ശ്രദ്ധിച്ച് അത് കൂടുതൽ ഗ്രോയിങ് സ്റ്റേജിലാക്കുന്നത്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നിലയിലുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ ഷെയറിംഗ് എന്ന് പറയാം. മറ്റ് കർഷകരും ഇതുപോലെ ഓരോ ക്രോപ്പിലും അവരുടെ എക്സ്പീരിയൻഷ്യൽ ഷെയറിംഗ് കൊണ്ടുവന്നാൽ പിള്ള സാറിനെ പോലെ എല്ലാവർക്കും ഒരു മോഡലാകാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഒരു വീട്ടിൽ ഒരു മുന്തിരിത്തൈ എന്നതാണ് പിള്ള സാറിന്റെ മുദ്രാവാക്യം. തന്റെ 84-ാം വയസ്സിലും വിജയകരമായി തുടരുകയാണ് ഈ കാർഷിക യാത്ര. നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന തൈകളൊക്കെ നമ്മൾ പറ്റിക്കപ്പെടാറാണല്ലോ. നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുക ചെയ്യാറ്. അപ്പോൾ സാറിൻ്റെ അവിടെ നിന്ന് മേടിക്കുന്ന ഈ തൈകൾ എന്തായാലും വളരും. അപ്പം അതിൻ്റെ ഗ്യാരണ്ടി എന്താണ്? ഗ്യാരണ്ടി പൊടിച്ച് 6 മാസം വരെ അതിന് ഗ്യാരണ്ടി കൊടുക്കും. എവിടെയാണെന്ന് കൊണ്ടുവച്ചാൽ അവർ ഒന്നുകിൽ പോയി കാണും, അതല്ലെങ്കിൽ ഫോൺ വിളിക്കും. പിന്നെ ഇത് കൊണ്ട് നടുന്നത് ഈ ആവശ്യമില്ല ജോലിക്കാരെ ഏർപ്പെടുത്തി നട്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാവില്ല. സ്വന്തമായി നട്ട് അതിനെ നോക്കണം, വിളിക്കുക. കൂടാതെ ഇതിൻ്റെ ലേറിങ്ങിൻ്റെ പൊട്ടിപ്പോവും. വേര് പൊട്ടിയിട്ട് ചില കുലുക്കുമ്പോൾ ആ വേറെ കടന്നു പോകും. കൊണ്ടുനടും പൊടിച്ചില്ല. അത് ഞാൻ 3-4 കണ്ടു. വേറെ ഈ 1-2 സ്ഥലത്ത് ഞാൻ തൈ പോയി കണ്ടു ചെയ്തു. അവരുടെ രണ്ടാമത് പുഴുത് വേറെ സ്ഥലത്ത് വെച്ചു പാറപ്പുറത്ത് മണ്ണിട്ട് അത് നട്ടയ്ക്കുന്നു. അപ്പോൾ അതിന് വേറെ പോടില്ല. പിന്നെ കുഴിക്കകത്ത് അല്ലാതൊന്നും തറയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചാൽ ഒന്നും കിട്ടിയില്ല. കാരണം ഇത് 6-ാം മാസം കായ്ക്കണമെങ്കിൽ അതിനാവശ്യമുള്ള ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുക്കാതെ കായ്ക്കില്ല. സാറിന്റെ മുന്തിരി കൃഷി അപ്പം കേരളമൊക്കെ കടന്ന് ഇന്ത്യയൊക്കെ കടന്ന് ഫോറിൻ രാജ്യങ്ങളൊക്കെ എത്തിയല്ലോ. പോയി അമേരിക്ക, ചെക്കോസ്ലോവാക്യ, ഷാർജ, വേറെ അങ്ങനെ ഒരുപാട് 80 തൈ ഇവിടെ പോയിട്ടുണ്ട്. പാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. 80-ൽ 60 വരെ പൊടിച്ചു. അത് നോക്കുന്നുണ്ട്. സാർ, ഇപ്പൊ കേരളത്തില് മഴയുണ്ട് വെയിലും ഉണ്ട്, മാറി മാറി കാലാവസ്ഥ വന്നോണ്ടിരിക്കുകയാണല്ലോ. അപ്പോ ഇതിലെങ്ങനെയാണ് ഈ ഓൾ സീസൺ ഈ മുന്തിരി കായ്ക്കുന്നത്? അതിന് മുന്തിരി സീസൺ എന്ന് പറഞ്ഞാൽ വെയിൽ വേണം, മഴയും വേണം. എന്നാൽ മഴ 3 ദിവസം തുടർച്ചയായി നിൽക്കുകയാണെങ്കിൽ 4-ന്റെ മുകളിൽ വരികയാണെങ്കിൽ ഈ കൊല മുഴുവൻ തന്നെത്താനെ. വെയിൽ ഒട്ടുമേ ഇല്ലാതെ മഴ മാത്രമേ ആണെങ്കിൽ ഈ കൊലയും ഇലയും എല്ലാം താഴെ വീഴും. ഇപ്പം ഈ സീസൺ മഴയും ഉണ്ട് വെയിലും ഉണ്ട്. അതാണ് ഇത്രയും കാറ്റുന്നത്. ഇത് രണ്ടും കൂടെ ആകുമ്പോഴും കായ്ക്കും. ഇതിവിടെ കൊലകളൊക്കെ നന്നായിട്ട് വളരാനായിട്ട് എന്തെങ്കിലും ചെറിയ പൊടിക്കൈകളുണ്ടോ? ഉണ്ട്. കാ വലുതാകാനും കീടങ്ങൾ വരാതിരിക്കാനുള്ള മരുന്നാണ് ബോറോക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിന് മൈക്രോ ഫുഡ് എന്ന് പറയും. മൈക്രോ ഫുഡ് ഓരോ കമ്പനിക്ക് ഓരോ പേരാണ്. ഞാനിപ്പോൾ വാങ്ങുന്നത് ബോറോക്സ് ആണ്. ബോറോക്സ് മാസത്തിൽ 2 പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഇലയല്ല അന്ന് കാണുന്നത്. ഈ ബോറോക്സ് അടിച്ച് 3-ാം ദിവസം നോക്കുമ്പം ഈ ശിഖരങ്ങളെല്ലാം നല്ല കായ് നല്ലതാകും. അത് 15 ദിവസത്തിൽ അടിച്ചാൽ ഏറ്റവും നല്ലതാണ്. ഈ മാസത്തിൽ 2 പ്രാവശ്യം എന്ന് പറയുന്നത് 15 ദിവസത്തെ ഗ്യാപ്പ്. ഇതെന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? ഇത് വച്ചേക്കുന്നത് ഒന്ന് സ്പെയറാണ്. സ്പെയർ മീൻസ് നമ്മൾ താഴെ നട്ടയ്ക്കുന്നത് എലി, പെരിച്ചാഴി, അങ്ങനെ മരപ്പട്ടിയും കിട്ടിയ വന്നിട്ട് ഒരുപാട് വേദന തോണ്ടും എന്ത് പറ്റും, അത് പടും. അത് പട്ട് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാം പോയി. അപ്പോൾ അത് പടുകയാണെങ്കിൽ അതാണ് റിസർവും ഈ ചെയ്തേക്കുന്നത് ബട്ട് ചെയ്ത് വച്ചേക്കുന്നത്. എന്നാണോ എൻ്റെ ഡാമേജ് ആകണോ അന്ന് ഇത് നടും, എടുത്ത് അവിടെ കൊണ്ട് ഈ തൂക്കിയെടുത്ത് താഴെ കൊണ്ടുവയ്ക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇവിടെ. ഒരു ദിവസം നോക്കിയപ്പം പെരിച്ചാഴി കീരി കയറി. ഇതിൻ്റെ മൂട്ടിൽ നമ്മൾ ജൈവവളം ഇടുന്നു, ചാണകമൊക്കെ ഇടുന്നുണ്ട്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ വേറെ കാണിച്ചു തരാം. ഇത്ര ഉണ്ട് ആഫ്രിക്കയില. അപ്പോൾ അത് കയറി കഴിഞ്ഞാൽ മുഴുവൻ അങ്ങ് പോകും. അപ്പോൾ അതിനു വേണ്ടി അത് പക്ഷേ അത് ഡാമേജ് ആവണമെങ്കിൽ ഇത് ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കും. എപ്പോഴും റിസർവ് വച്ചേക്കും ഞാൻ. ഈ മുന്തിരി തൈകളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ മുന്തിരി കൃഷിയൊക്കെ നടത്തുന്ന ഒരു മുന്തിരിപ്പിള്ള എന്നുള്ള പേരുള്ളത്. അതിലെന്തൊരു സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. കാരണം ഈ ഏരിയയിൽ ആരെങ്കിലും വരികയാണെങ്കിൽ മുന്തിരി പിള്ള സാറുടെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജേഷനിൽ എല്ലാവരും പറയും അങ്ങോട്ട് പോയാൽ മതി. ഈ 84-ാം വയസ്സിലും ഈ മുന്തിരി കൃഷിയൊക്കെ ചെയ്യാനുള്ള ഒരു എനർജി എവിടെ നിന്നാണ്? അത് പറയുകയാണെങ്കിൽ സ്വയം ഉണ്ടായതാണ്. കാരണം ഞാനൊരു എൻജിനീയറാണ്, ബോർഡർ റോഡിൽ വർക്ക് ചെയ്തതാണ്, കാടും മലയും കയറിയതാണ്, കൈലാസിൻ്റെ 3 വരെ റോഡ് വെട്ടിയവരാണ്. അതെല്ലാം ഞാൻ ചെയ്തതാണ്. ഇന്ന് കൈലാസ് ടണൽ പോകുന്നില്ലേ, ആ ടണൽ സർവേ ചെയ്തത് ഞാനാണ്. അതിൻ്റെ പേര് ദാർചൂള ടു കൈലാസ്.
അപ്പോൾ അത് 108 കിലോമീറ്റർ ഉള്ളത് അതിനെ 36 കിലോമീറ്റർ ആക്കി കുറച്ചു. അതാണ് എൻ്റെ സർവേ ആണ് 88-ൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് വർക്ക് ചെയ്തപ്പോൾ ആ ആരോഗ്യം ഇപ്പോഴും ഉണ്ട്. 120 കിലോമീറ്ററിൻ്റെ സെക്ടറാണ്. ഈ 120 കിലോമീറ്റർ ഡെയിലി പോയി വരണം. അപ്പോൾ അത് വേണ്ടേ? അപ്പോൾ അതിന് എനിക്ക് ആഹാരമില്ല. ഫ്രൂട്ട്സ് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി അതാണ് കഴിക്കുന്നത്. ആ ജ്യൂസിൻ്റെയാണ് ഇപ്പോൾ ആരോഗ്യം. ഈ കൃഷിയിലൂടെ നേടുന്ന ഒരു മാനസിക സന്തോഷം എന്താണ്? അതിന് ഉദാഹരണം പറഞ്ഞെങ്കിൽ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ശാസ്ത്രവളം ജംഗ്ഷനിൽ പോകണമെങ്കിൽ ഇങ്ങനെ പോകും. അതേ സമയത്ത് ഈ പടി കയറി കഴിഞ്ഞാൽ ഫുൾ ആക്റ്റീവായി. അതാണ് എൻ്റെ ഞാൻ ചെറുത്. കാരണം പടി കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും ചെടി പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോയി, അസുഖം പോയി. ഈ പടി ഇറങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ തുടങ്ങി. അതാണ് എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാണ്. സാറിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാണ്? രാവിലെ 4:30 മണിക്ക് എണീക്കും. എണീറ്റ് കഴിഞ്ഞ് ഷേവ് ചെയ്ത് കുളിച്ച് പല്ല് തേച്ച് എല്ലാം പോയി തിരിച്ചു വന്ന് യൂണിഫോം ഇട്ട് നേരം ചെയ്യാറും. 8:30 മണി 9 മണിയാകുമ്പം മുതുകിൽ വെയിൽ എപ്പോൾ അടിക്കുന്നോ അതുവരെ ചെയ്യും. മുതുകിൽ ചൂടടിക്കുമ്പോൾ താഴെ ഇറങ്ങും. വൈകിട്ട് ഇതുപോലെ തന്നെ 3 മണിക്ക് വന്ന് ട്രിപ്പ് ഓപ്പൺ ചെയ്യും. കുറച്ച് അവിടെ ഇരിക്കും. ഇരുന്നിട്ട് 4 മണിക്ക് ഇറങ്ങി തുടങ്ങും. പിന്നെ വെള്ളമൊഴിപ്പും ഇതാണ് റൊട്ടീന്. കൃഷി ചെയ്യാൻ മടിയുള്ള യുവതലമുറയെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും പ്രായത്തിലും ഇത്രയും എനർജറ്റിക് ആയിട്ടാണ് പിള്ള സാർ ഈ കൃഷി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിൽ മിക്കവാറും ഉള്ളവരൊക്കെ വീട്ടിൽ ഒന്നുകിൽ ബേബി സിറ്റിംഗ്, അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യം കഴിഞ്ഞാൽ വെറുതെ ഇരിക്കും. ഇതിപ്പോൾ ഈ പടി കയറി ടെറസിൻ്റെ മുകളിൽ വന്ന് ഡെയിലി ഇങ്ങനെ ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകുക എന്ന് പറഞ്ഞാൽ, ഞാനടക്കമുള്ള ആളുകൾക്ക് ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വയോജനങ്ങൾക്ക് ധാരാളം പദ്ധതികളും പ്രത്യേക വകുപ്പ് വരെ ആലോചിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മുടെ ഒരു ഹോർട്ടിക്കൾച്ചറൽ തെറാപ്പി ആയിട്ട് മാറ്റുന്നതിനും പിള്ള സാറിൻ്റെ വിജയകഥ ഒരു മോഡലാക്കി കൊണ്ടുവരുന്നതിനും ഇൻസ്പിറേഷൻ ആക്കുന്നതിനും ചെയ്യണം. എല്ലാവരുടെയും വീട്ടിൽ കുറച്ച് സ്ഥലമെങ്കിലും ടെറസിൽ കാണും. അപ്പോൾ അതൊരു പ്രോബ്ലം അല്ല, അർബൻ ഫാമിംഗ്. പക്ഷേ എന്തുകൊണ്ട് ഇത് മറ്റു സ്ഥലങ്ങളിലും വ്യാപിപ്പിച്ചിട്ട് കേരളത്തിൽ തന്നെ മുന്തിരി തോപ്പുകൾ ഉണ്ടാക്കണം? അതിന് കഴിയും, സംശയം വേണ്ട. സർ, പുതിയ തലമുറ എൻറ്റയർലി ഫാമിങ്ങിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചില്ലെങ്കിലും കുറേ പേരൊക്കെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് ആസ് എ എക്സ്പേർട്ട്? എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ വളരെ പ്രോവൻ ടെക്നോളജിയാണ് കാണിച്ചിരിക്കുന്നത്, എത്രയോ കാലമായി ചെയ്യുന്നു. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ കൂടുതൽ വിസ്തൃതിയിലേക്ക്, അത് വലിയ ടെറസായാലും തറയിലുള്ള സാധാരണ ഫാമിംഗ് ആണെങ്കിലും, ഇത് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വന്നാൽ നമുക്കിവിടെ ഒരു ഗ്രേപ്പ് വിപ്ലവം ഉണ്ടാക്കാൻ കഴിയും. ഈ പറഞ്ഞതെല്ലാം കേട്ടത് താങ്കളും പറഞ്ഞു. അറ്റ്ലീസ്റ്റ് 4 സെൻറ്റ് എടുത്തിട്ട് ഇത് വളർത്തി അതിനെ അറിയിക്കണം. ഫോൺ നമ്പർ എടുത്തുകൊണ്ട് പോവുക, അറിയിക്കണം. വർഷങ്ങളായി തുടരുന്ന പിള്ള സാറിന്റെ ഈ കാർഷിക മുന്നേറ്റം നമുക്ക് ഒരു മാതൃകയാക്കാം. നാട്ടുവരമ്പിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.